അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവകാരുണ്യം പെയ്തിറങ്ങിയ റഹ്മത്തിൻ്റെ 10 നാളുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. തറാവീഹും ദിക്റുകളും പ്രാർത്ഥനകളുമായി പാപമോചനം തേടുന്ന എല്ലാ പ്രിയ വിശ്വാസികൾക്കും റിപ്പോർട്ടർ ടിവിയുടെ റംലാൻ കരീം. അശ്രദ്ധയും അബദ്ധവും തെറ്റുകളും മനുഷ്യ സഹജം. എന്നാൽ തെറ്റു മനസ്സിലാക്കി പശ്ചാത്താപ വിവശനായി ദൈവത്തിലേക്ക് തിരിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിൽ അടുത്തതായി പശ്ചാത്താപത്തിൻ്റെ 10 നാളുകൾ എങ്ങനെ ധന്യമാക്കാം എന്ന സന്ദേശവുമായി നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ പണ്ഡിതരായ ബഷീർ നെന്മുണ്ടം. അതിനു മുമ്പായി അൽ റവാബി ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഷൻ മാനേജറായ അഡ്വക്കേറ്റ് ജംഷീറിൻ്റെ റമദാൻ ആശംസകളിലേക്ക്. അസ്സലാമു അലൈക്കും. പുണ്യങ്ങൾ പൂക്കുന്ന ഈ അനുഗ്രഹീത മാസത്തിൻ്റെ രാപ്പകലുകൾ ബുധശുദ്ധിയോടെ ആത്മശുദ്ധിയോടെ ലോകസമാധാനത്തിനായി ക്ഷേമൈശ്വര്യങ്ങൾക്കായി നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം. എല്ലാ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്കും അൽ റവാബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അമ്മാ ബഅദ്. റമദാൻ മാസത്തിൻ്റെ 2ാമത്തെ 10ലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 2ാമത്തെ 10 എന്നാൽ പാപമോചനത്തിൻ്റെ 10. റമദാൻ മാസത്തെ 3 ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന 10. 2ാമത്തെ 10 പാപമോചനത്തിൻ്റെ 10ആണ്. പാപമോചനത്തിൻ്റെ 10ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ അവൻ്റെ കൂടെ തന്നെ അവൻ ചെയ്യുന്ന പാപങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഈ കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. കുല്ലുബ്നു ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളവൻ, ഏറ്റവും വിശിഷ്ടൻ തെറ്റിനെക്കുറിച്ച് പാശ്ചാത്തപിക്കുന്നവനാണ്. അപ്പോൾ തെറ്റ് ചെയ്യുകയും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പാശ്ചാത്തപിക്കുന്നവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിന് ഏത് സമയത്തും നമുക്ക് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ഇസ്തിഗ്ഫാർ നടത്താനും നമുക്ക് കഴിയുമെങ്കിലും റമദാനിൽ ഒരു വിശിഷ്ടമായ 10 ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അവന് പുറത്തു തരുന്നത് അതിലേറെ പ്രിയമാണ്. അപ്പോൾ ഈ 10 ദിവസങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ദിനേന ഒരുപാട് തെറ്റുകളിൽ ജീവിക്കുന്നവരാണ്. കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, കാതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, കൈകൾ കൊണ്ടും കാലുകൊണ്ടും തെറ്റ് ചെയ്യുന്നവരാണ്. വിചാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ഒരുപാട് വിചാരിച്ചു പോയ മനസ്സുകളാണ് നമ്മളുടേത്. അങ്ങനെയുള്ള നമ്മൾക്ക് ഒരു പ്രത്യേകമായ ഒരവസരം അല്ലാഹു വെക്കുമ്പോൾ, നാഥ, ഞാൻ തെറ്റുകളിൽ ഒരുപാട് ഞാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്, നിൻ്റെ മഹത്തായ ഇസ്തിഗ്ഫാർ കൊണ്ട്, കാരുണ്യവർഷം കൊണ്ട് എൻ്റെ മുഴുവൻ തെറ്റുകളും നീ പൊറുക്കണമേ എന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട മഹത്തായ ദിനങ്ങളാണ് ഈ 10 ദിനങ്ങളിൽ നമുക്ക് വരുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. കാരണം അടുത്ത റമദാൻ വരെ നമ്മൾ എത്ര ആളുകൾ ജീവിച്ചിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളുടെ കയ്യിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. പാശ്ചാത്താപം എല്ലാ തെറ്റുകൾക്കും അള്ളാഹു വെച്ചിട്ടുണ്ട്. ഏത് തെറ്റുകൾക്കും പാശ്ചാത്താപവുമുണ്ട്, അതിന് പ്രായശ്ചിത്തങ്ങളുമുണ്ട്. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളവാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രായശ്ചിത്തമുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരക്കുറ്റം ചെയ്ത ആളുകൾക്ക് പ്രായശ്ചിത്തമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഞാൻ നശിച്ചു പോയിരിക്കുന്നു. റമദാൻ മാസത്തിലാണ് ഓടി വരുന്നത്, ഞാൻ നശിച്ചു പോയി നബിയെ, എന്ത് സംഭവിച്ചു താങ്കൾക്ക് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ആ മഹാൻ പ്രവാചകരോട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ഭാര്യയുമായി വേഴ്ച നടത്തി എൻ്റെ നോമ്പ് മുറിഞ്ഞു പോയിരിക്കുന്നു, എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിന് ഒരു പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്. എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ചോദിച്ചു, നിൻ്റെ കയ്യിൽ അടിമയുണ്ടോ? എൻ്റെ കയ്യിൽ അടിമയൊന്നുമില്ല, ഞാൻ ഏറ്റവും ദരിദ്രനാണ് നബിയെ. 2 മാസം
തുടർച്ചയായി ഒരു ദിവസവും വിട്ടുപോകാതെ 60 ദിവസം നിനക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ ഇതിന് പ്രായശ്ചിത്തമായിട്ട്? അതിന് നബിയെ എനിക്ക് കഴിയില്ല, എനിക്ക് ശാരീരികമായി വളരെയധികം തളർച്ചയും വിളർച്ചയും ഉള്ളൊരു മനുഷ്യനാണ്. എന്നാലൊരു കാര്യം ചെയ്യാം, നിനക്ക് 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നബിയെ മദീനയിൽ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണ്, എനിക്ക് എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാൻ കഴിയും? അവസാനം ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഗവൺമെൻറ് പൊതുഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് 15 സാഗ് കാരക്കകൾ കൊടുത്തു. എന്നിട്ട് നീ ഇത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് പ്രവാചകനോട്, നബിയെ എന്നേക്കാളും പാവപ്പെട്ടവൻ ഈ മദീനയിൽ ആരുണ്ട്? ഞാൻ ആർക്കാണിത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ നീ നിന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി നീയും നിന്റെ കുടുംബങ്ങളും ഇത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അത്രത്തോളം പ്രായശ്ചിത്തത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവന്നെങ്കിലും ഒരു ചെറിയ പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ദോഷം പൊറുക്കാൻ മഹാനായ പ്രവാചകൻ കാണിച്ച ഈ മഹത്തായ ഔത്സുക്യത്തെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. അപ്പോൾ എന്ത് തെറ്റും നമ്മൾ ചെയ്താലും അതിന് പ്രായശ്ചിത്തം നൽകുകയും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാഥ ഞാൻ സംഭവിച്ചു പോയിരിക്കുന്നു നീ എനിക്ക് പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയും. നാം തെറ്റ് ചെയ്യുമ്പോൾ നാം മാത്രമല്ല, ആ തെറ്റിൻ്റെ പ്രതിഫലനം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ സംഭവിക്കുമെന്ന് മഹാനായ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ഈ 10 ദിവസങ്ങൾ പരിപൂർണമായി ഉപയോഗിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ശരിയായ ഒരു വിശ്വാസിയുടെ രൂപത്തിൽ നമ്മൾ രൂപാന്തരപ്പെടുകയും റമദാൻ കഴിയലോടുകൂടി ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ചിത്രം നമ്മളിൽ ഉണ്ടായിത്തീരാനും നമുക്ക് കഴിയണം. അത് കഴിയുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Al Raza Solutions presents Al Rawabi Group Ahlan Ramadan in association with Sulfur Chemicals, brought to you by Al Rawabi Group of Companies, Doha, Qatar. Powered by Naseem Al Rabi Medical Center, Doha, Qatar, in association with Argan Global, Doha. Al Zaman Exchange, Focus Medical Center, Helpline Services Printing Press, Rayan Dental Clinic, Zera Technologies, Zera United Oman, Green Print Qatar, Sulfur Cleaning and Hospitality, EcoFresh Hygiene, City Exchange, best compliments from GulfMalayali.com and GShoppy.com. I am your hottest dream. Groovy, juicy, crunchy, yummy. I am your spicy baby. Hold me, love me, bite me, have me. I am your steamy babe. Everywhere you go, gonna keep your lips smacking. Everybody loves me. Hot chicken and smoking hot, hot chicken. വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെയും തേടുകയായി. അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിന് ജനങ്ങൾക്കുമൊപ്പം. ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, റെസ്റ്റോറന്റ്. Al Rawabi Group of Companies, Doha, Qatar. We are moving to Sea Ring Road, Naseem Al Rabi Medical Center, Sea Ring Road, opposite to Gulf Times, Doha, Qatar. ബദർ അൽ തമാം പോളിക്ലിനിക്, വിദഗ്ധരായ ഡോക്ടർമാർ, ആധുനികതയുടെ തികവ്, പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം, ഇക്കാമ, ബലദിയ ഈ മെഡിക്കലുകൾക്ക് പ്രത്യേക വിഭാഗം. ബദർ അൽ തമാം പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. മനുഷ്യൻ ആധുനികതയിലേക്ക് കുതിച്ചു പായുമ്പോഴും പാരമ്പര്യ കലകളും ആചാരങ്ങളും അവനെ അവന്റെ യഥാർത്ഥ വേരുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. റമദാൻ മധ്യത്തിൽ ഖത്തറിൽ നടക്കുന്ന കുട്ടികളുടെ പരമ്പരാഗത ആഘോഷമാണ് ഗരങ്കാവ്. ഗരങ്കാവ് ദിനത്തിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് രാത്രിയിൽ തനത് ശീലുകൾ പാടി വീടുകൾ തോറും കയറിയിറക്കുന്ന കുട്ടികൾക്ക് ബന്ധുക്കളും അയൽക്കാരും സമ്മാനങ്ങൾ നൽകുന്നു. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിൽ അടുത്തതായി ദോഹയിലെ ഗരങ്കാവ് ആഘോഷ കാഴ്ചകളിലേക്ക്.
ഖത്തറിലെ വിദ്യാഭ്യാസ സാമൂഹിക വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന ഖത്തർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇക്കുറി അൽ ഷക്കാബ് ഇൻഡോർ അരീനയിലാണ് ഗരൻഗാവോ ആഘോഷം സംഘടിപ്പിച്ചത്. സാറ്റ് റേസ്, കുതിരസവാരി, ചാടിക്കളി, ഗോലികളി തുടങ്ങി കുട്ടികൾക്ക് വിവിധ വിനോദ പരിപാടികൾ അരങ്ങേറി. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകുന്നതിന് പ്രത്യേക കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. വസ്ത്രങ്ങളണിഞ്ഞ് 3000-ഓളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. മൈലാഞ്ചിയിട്ടും ഫേസ് പെയിന്റിംഗ് നടത്തിയും കുട്ടിക്കൂട്ടം ആഘോഷം വർണ്ണാഭമാക്കി. ഹരീസ്, ലുഖൈമത്ത്, ഖാൻ ഫറൂഷ്, ജരീഷ് തുടങ്ങിയ പരമ്പരാഗത ഖത്തരി വിഭവങ്ങൾ ലഭിക്കുന്ന സൂക്കും ഖത്തർ ഫൗണ്ടേഷൻ ഗരൻഗാവോ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കി. നന്മകൾ നുകരാൻ വിശ്വാസികൾ മാത്രമല്ല, സഹോദര സമുദായ അംഗങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നു. വിശ്വാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നോമ്പനുഷ്ഠിക്കുന്ന നിരവധി അമുസ്ലിം സുഹൃത്തുക്കളുമുണ്ട്. എന്താണ് താൻ അനുഭവിച്ചറിഞ്ഞ റമളാൻ? എന്തൊക്കെയാണ് അതിൻ്റെ നന്മകൾ? ഇവ പങ്കുവയ്ക്കുവാൻ ഇന്ന് അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമളാനിൽ നമ്മോടൊപ്പം എത്തുന്നു വോയിസ് ഓഫ് കേരള റേഡിയോയുടെ പ്രോഗ്രാമിംഗ് ഡയറക്ടറായ യതീന്ദ്രൻ മാഷ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ യതീന്ദ്രൻ. ലോകത്തെമ്പാടുമുള്ള സത്യമത വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ധന്യതയിലാണിപ്പോഴ്. മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദയപൂർവ്വം സർവശക്തൻ്റെ അനുഗ്രഹാശസ്സുകൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വ്രതവിശുദ്ധിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റംസാൻ മാസം അത് വിശുദ്ധ ഗ്രന്ഥമിറങ്ങിയ മാസമാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ മനുഷ്യരാശിയെ അവൻ്റെ ഐഹികവും പാരത്രികവുമായ സമസ്ത കാര്യങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി അവനെ പരിഷ്കരിപ്പിച്ച് സ്നേഹത്തിൻ്റെ പാതയിലൂടെ, നാഥൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കുന്നതിനു വേണ്ടി നരരാശിക്കായി ലഭിച്ചിരിക്കുന്ന മഹത്തായ അനുഗ്രഹം. ആ വിശുദ്ധ ഗ്രന്ഥം പുണ്യപ്രവാചകനിലൂടെ നമുക്ക് ലഭ്യമായ ആ ഗ്രന്ഥം, അത് അനുശാസിക്കുന്ന ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ആത്മനിഷ്ഠമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ, ദേഹേച്ഛകളെ മറികടക്കാൻ, അതിനുശേഷം ആത്മസംസ്കരണത്തിലൂടെ ശക്തി നേടാൻ, പാപങ്ങൾ കഴുകിക്കളയാൻ ഒക്കെ ഉപകാരപ്പെടുന്ന നല്ല അവസരമാണ് ഇത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. എന്താണ് വ്രതവിശുദ്ധി കൊണ്ട് ലഭ്യമാകുന്നത് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. തപഹ എന്നാണ് പറയുക. തപിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ മുൻപിൽ വെച്ചിട്ട് അത് കഴിക്കാതിരിക്കുക. ദേഹേച്ഛകളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേഹേച്ഛകളെ ഒഴിവാക്കുക. എന്നിട്ട് അവിടെ മനസ്സിന് കരുത്തുണ്ടാവുക. ആ കരുത്തുള്ള മനസ്സ് ആർജവത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുകയും താൻ ചെയ്യുന്നതും താൻ ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വകാര്യങ്ങളും സ്നേഹത്തിൻ്റെ പാതയിലൂടെ ആയിരിക്കണം എന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണുകയും അവൻ്റെ സുഖവും സന്തോഷവുമാണ് തൻ്റെ സുഖം, സന്തോഷം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക. മാനവസേവയാണ് മാധവസേവ, ഈശ്വരസേവ എന്നറിയുക. അതിനനുസരണമായിട്ട് അവൻ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരിക. ഒരു മാസം നിർവഹിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംസ്കരണത്തിലൂടെ, ശരീരേച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആത്മസംസ്കരണത്തിലൂടെ, ആത്മീയമായിട്ടുള്ള വളർച്ചയിലൂടെ ദൃഢത നേടുക,
തനിക്കുള്ളത് മുഴുവൻ സർവശക്തനുള്ള സമർപ്പണമാണ് എന്ന സത്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക, സഹജീവികളെ കാണുക, അവൻ്റെ ദുഃഖം, അവൻ്റെ കണ്ണീരകറ്റുന്നതിനു വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക. ക്ഷമാശീലർക്കൊപ്പമാണ് ദൈവം. ക്ഷമാശക്തി, ആ ശക്തി ലഭ്യമാക്കുന്ന ആർജവത്തെ നേടിയെടുക്കുക. വരുന്ന 11 മാസത്തേക്കുള്ള ജീവിതത്തിൻ്റെ നേരായ പാത മനസ്സിലുറപ്പിച്ച് സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പന്ഥാവിലൂടെ, സർവശക്തൻ്റെ പന്ഥാവിലൂടെ നന്മ ചെയ്തുകൊണ്ട് ഒരു പുതിയ നന്മയുടെ സമൂഹത്തെ സൃഷ്ടിക്കുക. വ്യക്തികളിലൂടെയാണ് സമൂഹം ഉണ്ടാകുന്നത്. വ്യക്തികൾ, സമൂഹങ്ങളിലൂടെ രാഷ്ട്രങ്ങൾ, രാഷ്ട്രങ്ങളിലൂടെ തീർച്ചയായിട്ടും നരവംശം മുഴുവൻ. അപ്പോൾ ആത്യന്തികമായി മനുഷ്യവർഗത്തെ സർവശക്തനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർത്ത് അവനെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പിച്ച് ജീവിത വിജയത്തിനു വേണ്ടിയുള്ള കരുത്ത് പ്രദാനം ചെയ്ത് വിജയം നേടിയെടുക്കാൻ, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കാൻ ആത്മബലം നൽകുന്ന ഒരു പ്രക്രിയ ഈ വ്രതമാസത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള പ്രിയങ്കരരായ സഹോദരങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മയും ഭാവുകങ്ങളും ഈ റമദാൻ മാസത്തിൽ അവർ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥ വ്രതവിശുദ്ധിയുടെ സർവശക്തിയും സർവശക്തനായ തമ്പുരാൻ അവരിൽ വർഷിക്കട്ടെ, ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. Send money from City Exchange. City Exchange, Doha, Qatar. ജിദ്ദയിലെ ഷിഫ ജിദ്ദ പോളിക്ലിനിക് ആണെങ്കിൽ പ്രസവം നല്ല, ഇനി ഒരാരോഗ്യ പ്രശ്നങ്ങൾക്കും പേടി വേണ്ടേ വേണ്ട. ഈ വിശ്വാസം ഞങ്ങൾ കാക്കുന്നു സുരക്ഷയോടെ. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഫോൺ 6533-636. ഫാക്സ് 6512-888. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. I am your hottest dream. Groovy, juicy, crunchy, yummy. I am your spicy baby. Hold me, love me, bite me, have me. I am your steamy babe. Everywhere you go, gonna keep your lips smacking. Everybody loves me. Hot chicken and smoking hot chicken. പഴമക്കാർ പറയും പണ്ടേ ദുർബല ഇപ്പതാ ഗർഭിണി. ഗർഭകാലം സ്ത്രീകൾക്ക് മാനസികമായും ശാരീരികമായും ദുർബലത അനുഭവപ്പെടുന്ന നാളുകളാണ്. അതുകൊണ്ട് തന്നെ വ്രതമാസം ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. നോമ്പുകാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഇവിടെ എത്തുന്നു ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജിജി സംഷീർ. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമളാനിൽ അടുത്തതായി ഹെൽത്ത് ടിപ്സ്. അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് എല്ലാവർക്കും റംദാൻ കരീം. നോമ്പുകാലത്ത് ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നോമ്പുകാലത്ത് ഗർഭിണികൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ 20 ആഴ്ച തൊട്ട് 36 ആഴ്ച വരെ നോമ്പെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആദ്യത്തെ 3-4 മാസങ്ങളിലാണ് നോമ്പെടുക്കുന്നത് ഒഴിവാക്കേണ്ടത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 മാസത്തിൽ ഗർഭിണികൾക്ക് നോഷ്യ, വൊമിറ്റിംഗ്, തലകറക്കം ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ പൊതുവേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നോമ്പെടുക്കലും കൂടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇതുപോലെ തന്നെയാണ് 36 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം പ്രഗ്നൻസി എന്ന് പറയുന്നത് മൊത്തം 40 ആഴ്ചയാണ്. അതിനകത്ത് അവസാനത്തെ 4 ആഴ്ച എന്ന് പറയുന്നത് കുറച്ച് ക്രൂഷ്യൽ പീരിയഡാണ്. അത് ഈ ഗർഭിണി ഡെലിവറിയെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ കുട്ടിയുടെ അനക്കം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് കഴിക്കണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഖുറാനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്സ് വെച്ച് നോമ്പ് തുറക്കാം. അതിനുശേഷം ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കുടിക്കാം.
പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഇഫ്താർ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം എപ്പോഴും. അതിനകത്ത് ഫ്രൂട്ട്സ് വേണം, മിക്സ്ഡ് ഫ്രൂട്ട്സ്. ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും വാട്ടർമെലൺ, കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം കഴിക്കേണ്ടത്. ഉദാഹരണമായിട്ട് വാട്ടർമെലൺ, മുസംബി, ഓറഞ്ച് ഇങ്ങനത്തെ ആയിരിക്കണം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, വെജിറ്റബിൾ സാലഡ്സ് കൂടുതലായിട്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫുഡ്, കൂടുതൽ സ്റ്റാച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാനായിട്ട്. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കുന്നതിൻ്റെയാണ്. പ്രഗ്നൻസിയിൽ വെള്ളം നോമ്പെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഫാസ്റ്റിംഗ് ടൈമിൽ. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് നെക്സ്റ്റ് സുഹൂർ വരേക്കും എത്ര വെള്ളം പറ്റുന്നോ അത്രയും വെള്ളം കുടിക്കണം. എവറി 2 hours എങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. വേറൊരു കാര്യം സുഹൂറിൻ്റെയാണ്. ഒരുപാട് പേര് രാത്രി മുഴുവൻ ഭക്ഷണം, ഇഫ്താർ കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ സുഹൂർ സ്കിപ്പ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അത് തീരെ നല്ലതല്ല, എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ. സുഹൂറിന് എഴുന്നേറ്റ് സുഹൂർ സമയത്തും ഇതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കണം. എക്സാമ്പിൾ ഓട്സ്, മിൽക്ക് അങ്ങനത്തെ എല്ലാം കുടിച്ച് അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സും സുഹൂർ ടൈമിൽ കഴിക്കേണ്ടതാണ്. എങ്കിൽ അത് ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇങ്ങനത്തെ എല്ലാ സമയത്തും ഇഫ്താർ സമയത്തും അതുപോലെ തന്നെ സുഹൂർ ടൈമിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വെള്ളം കുടിക്കുന്നത് സ്പെഷ്യലി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷനുള്ള വളരെ സാധ്യതയുണ്ട് വെള്ളം കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ. സോ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നതുമാണ്. നോമ്പ് എടുക്കാൻ പാടില്ലാത്ത ഗർഭിണികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിസ് വിത്ത് പ്രഗ്നൻസി, ഗർഭകാലത്ത് ഷുഗർ ഉള്ളവർ ഏറ്റവും നല്ലത് നോമ്പ് എടുക്കാതെ ഇരിക്കുന്നതാണ്. കാരണം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബ്ലഡ് ഷുഗർ ഒരു രാത്രി സുഹൂർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 6-7 മണിക്കൂർ വരെ മാത്രമേ അതിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, അത് ബേബിയെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം ഷുഗർ രോഗികൾ, ഗർഭിണികൾ, പ്രഗ്നൻസി വിത്ത് ഡയബറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് അനീമിയ, ലോ ഹീമോഗ്ലോബിൻ ലെവൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ എപ്പിലെപ്സി ഇൻ പ്രഗ്നൻസി, എഫിറ്റ്സ് പോലെയുള്ള അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തൊക്കെയാണെങ്കിലും നോമ്പ് എടുക്കുക, ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവരാണെങ്കിലും നോമ്പ് എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ഫിസിഷ്യനെ ചെന്ന് കണ്ട് ഒരു അഡ്വൈസ് എടുക്കുന്നത് ആണ് ഏറ്റവും ഉത്തമം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഫോക്കസ് മെഡിക്കൽ സെൻ്ററിൻ്റെയും റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. Al Raza Solutions presents Al Rawabi Group Ahlan Ramalan in association with Sulfur Chemicals, brought to you by Al Rawabi Group of Companies, Doha, Qatar, powered by Naseem Al Rabi Medical Center, Doha, Qatar, in association with Argan Global, Doha, Al Zaman Exchange, Focus Medical Center, Helpline Services Printing Press, Rayan Dental Clinic, Zera Technologies, Zera United Oman, Green Print Qatar, Sulfur Cleaning and Hospitality, EcoFresh Hygiene, City Exchange, best compliments from gulfmalayali.com and gshopee.com. Focus Medical Center, highly facilitated medical center in Doha. General Medicine, Gynecology, Pediatrics, Orthopedics, ENT, Physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. നോമ്പ് തുറപ്പിച്ചവന് നോമ്പ് അനുഷ്ഠിച്ചവന്റെ അതേ പ്രതിഫലമാണ്. നോമ്പ് അനുഷ്ഠിച്ചവനിൽ നിന്നും ഒട്ടും കുറയാതെ എന്ന് പ്രവാചക വചനം. സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് ഖത്തറിലെ ഇഫ്താർ വിരുന്നുകൾ. ഗൾഫിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കും ബാച്ചിലർ പ്രവാസികൾക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഇഫ്താർ ടെന്റുകൾ. ഇൻകാസ് ഖത്തറും ഖത്തർ ഫുട്ബോൾ അസോസിയേഷനും ഒരുക്കിയ ഇഫ്താർ വിരുന്ന്, ഖത്തർ റെഡ് ക്രസന്റ് ഒരുക്കിയ ഇഫ്താർ ടെന്റ്, ഹയാത്ത് പ്ലാസയിൽ വെച്ച് നടന്ന വ്യത്യസ്തമായ ഇഫ്താർ അഥവാ ഫാസ്റ്റ് തോൺ എന്നിവയാണ് അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിലെ ഇഫ്താർ ടെന്റ്. റാഫുമായി സഹകരിച്ച് ഹയാത്ത് പ്ലാസ ഷോപ്പിംഗ് മോൾ വർഷം തോറും നടത്തിവരാറുള്ള ഫാസ്റ്റ് ടോണിൽ ഇക്കുറി 15 രാജ്യങ്ങളിൽ നിന്ന്
300-ലേറെ പേരാണ് പങ്കെടുത്തത്. അമുസ്ലിങ്ങൾക്ക് വ്രതം അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുന്നതോടൊപ്പം അതുവഴി ലഭിക്കുന്ന പണം വിവിധ രാജ്യങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ഫാസ്റ്റ് ടോണിലൂടെ ചെയ്യുന്നത്. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള 10 വയസ്സുകാരി നീഫ് മുതൽ 50-നടുത്ത് പ്രായമുള്ള അമേരിക്കൻ ദമ്പതികൾ വരെ നോമ്പെടുത്തവരിൽ പെടും. വ്രതമെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഹയാത്ത് പ്ലാസ 200 റിയാൽ വീതം ജീവകാരുണ്യ പ്രവർത്തനത്തിന് നീക്കിവയ്ക്കും. ഇത്തവണത്തെ തുക ആഫ്രിക്കയിലെ ദരിദ്ര ജനവിഭാഗങ്ങൾക്കാണ് നൽകുന്നത്. Chicken and smoking hot chicken. We are moving to C Ring Road, Naseem Al Rabe Medical Center, C Ring Road, opposite to Gulf Times, Doha, Qatar. Al Rawabi Group of Companies, Doha, Qatar. അടുത്തതായി വിജ്ഞാനത്തോടൊപ്പം പ്രേക്ഷകർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമളാൻ ക്വിസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബി ആര്? ശരിയുത്തരങ്ങൾ അയക്കുന്നവർക്ക് അഹ്ലൻ റമളാന്റെ കോ പ്രൊഡ്യൂസേഴ്സ് കൂടിയായ GCCയിൽ വ്യാപിച്ചു കിടക്കുന്ന സൾഫർ കെമിക്കൽസ് നൽകുന്ന വിലയേറിയ സമ്മാനങ്ങളുമുണ്ട്. ഉത്തരങ്ങൾ അയക്കേണ്ട വിലാസം qatarahlanramadan@gmail.com. ഇമെയിൽ ID ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: qatarahlanramadan@gmail.com. പകയുടെയും വിദ്വേഷത്തിന്റെയും കെട്ടുപാടുകളിൽ നിന്നും സ്വയം വിമോചിതരായി സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ചക്രവാളങ്ങൾ താണ്ടിക്കടന്ന് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമദാന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം, ഇതേ ദിവസം ഇതേ സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.